എന്താ മൈത് മാഷെ കൊലക്കൊന്നൊരു എടുപ്പില്ലല്ലോ, ആകെ ശോഷിച്ചത് നിങ്ങളെ പോലെ തന്നെയാണ്. നന്നായിട്ട് പഴുത്തിക്കണം അതാ. ആ പ്യാരി എടുത്തു. അല്ല മാഷ് കണ്ടിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ മാസഭ ആഗ്രഹമുള്ള ആള്. നിങ്ങൾ എന്തുവരെ പഠിച്ചു? TTC പാസ്സായി സാറേ. പാസ്സായി. ആ TTC എങ്കിലും പാസ്സാവണം. അല്ല ആളിങ്ങനെ നിൽക്കണ നോക്കണ്ട കേട്ടോ. സാറാണ് എനർജറ്റിക്കാ. നിങ്ങൾ ഉഷാറാണ് എനർജറ്റിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആ ടീച്ചറുടെ കാര്യമൊന്നും പറയണ്ട. ടീച്ചർ കണക്ക് ടീച്ചറോ? ആ കണക്ക് ടീച്ചറിനെ. അതിന് കണക്ക് കൂട്ടാനും അറിയില്ല, കിഴിക്കാനും അറിയില്ല, ഹരിക്കാനും അറിയില്ല. കുട്ടികൾ മുഴുവൻ പരാതി പറയുകയാണ്. എന്തിനാ ഒരു കണക്ക് കൂട്ടണത് ഹരിക്കണമൊക്കെ? മറ്റുള്ള ടീച്ചർമാർ തെരുവിക്കാട് 3 ലക്ഷം റുപ്യ കൂടുതൽ തന്നില്ല. ഒരു ഇതിരെ കണക്ക് കൂട്ടണേ നടമ്പയ നല്ല പോയ നിങ്ങൾ എടുക്കണ്ട, നിങ്ങൾ എന്തിനാ എടുക്കണത്? ഞാൻ ഓനൊന്നും പിന്നെ ഇപ്പം മാസ് മാത്രമല്ല കേട്ടോ, ഇവന് കുറച്ച് കലാപ്രവർത്തനമൊക്കെ ഉണ്ട്. നിങ്ങൾ മാഷാവാൻ പോണ ആളല്ലേ, ഒന്ന് ഉഷാറായിട്ട് പറ. കുട്ടികളുടെ കല, കായിക, സാംസ്കാരിക പരിപാടികൾ ഒരു എനർജറ്റിക് ആക്കും. ആ കലയും കൊലയൊന്നും എന്റെ സ്കൂളിൽ വേണ്ട. കുട്ടികൾക്ക് 100% മാർക്ക് വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അതാണ് എന്റെ സ്കൂളിന് വേണ്ടത്. പക്ഷെ എന്റെ സ്കൂളിൽ ഇല്ലാത്തത് അതാണ്. പഠിപ്പിച്ചോളൂ. അതുപോലെ ഈ തലയൊക്കെ വെട്ടിക്കളയണം കേട്ടോ. അയ്യോ തലയല്ല, മുടി വെട്ടാനാ പറഞ്ഞേ. ഓനവും ചെയ്യും പോയിട്ട് ഈ ഡ്രസ്സ് കണ്ട, ഇതൊക്കെ ഭയങ്കര ബോറാണ്. കുപ്പായൊന്നും പാടില്ല കേട്ടോ. ഇങ്ങനത്തെ നല്ല കുപ്പായൊക്കെ കിട്ടിയ മാസമാരല്ലേ. അത് ചെയ്യാം സാറേ. പിന്നെ പൈസയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ ഞാൻ പറഞ്ഞിരിക്കണം. ഞാൻ ഇങ്ങോട്ട് രാവിലെ വരുമ്പം അമ്മ വീട്ടിൽ നിന്ന് പറഞ്ഞിന് ഞാൻ തരുന്ന പൈസയിൽ നിന്ന് എന്തെങ്കിലും കുറക്കാൻ പറ്റുമോന്ന്. ഞാൻ തരണല്ലോ പൈസ, കുറേ പണിക്ക് വേണ്ടി തരുന്ന പൈസ, അതിന് എന്തെങ്കിലും കുറക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിന്. അമ്മമാരല്ലേ ചോദിക്കുമല്ലോ. പ്യാരിയെ ആ കൊലനെടുക്ക്, എന്നാ ആ കൊലനെടുക്ക്, ഇവർ കൊടുക്ക്. വേണ്ട സാറേ, ഒന്നും കുറക്കണ്ട, കുറക്കണ്ട സാറേ. പണി വേണം. അമ്മ എന്തല്ലോ പറയൂ അങ്ങനെ. നോക്കണ്ട സാർ. ഓന്റെ ജീവിതാഭ്യാസമാണ് മാസാവാന്നുള്ളത്. അതാണ് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. പിന്നെ ഓനെ വേണ്ടി 2 ദിവസം ഇവിടെ നിർത്തിക്കോളൂ, നന്നായിട്ട് പണിയെടുത്തോളൂ. മാഷന്മാരാവാൻ വന്ന 3-4 പേര് ഇവിടെ തന്നെ ഉണ്ട്. ആ തോട്ടത്തിൽ കൂടെ തേരാപാരാ നടക്കണു, കൊത്താനും കളക്കാനും ഒക്കെ ആയിട്ട്. അതിനും കൊള്ളൂല. അപ്പൊ പിന്നെ പൈസ ആയിട്ട് എങ്ങോട്ടാ വരണ്ടേ? ഇനി പൈസ ആയിട്ട് ഇവിടെ വന്നാൽ മതി, സ്കൂളിലേക്ക് പോകണ്ട. അല്ലെങ്കിൽ ഞാനും ഉണ്ടാവും, അല്ലെങ്കിൽ മൊയ്ത് മാഷ് ഉണ്ടാവും. കൊണ്ടുകൊടുക്കാം കേട്ടോ. പൈസ കൊണ്ട് വരുമ്പോ 2 കൊലയും കൂടി കൊണ്ടുപോകും. ഒരു അനുഗ്രഹം വേണമായിരുന്നു. ഓനൊരു അനുഗ്രഹം മേടിക്കണം. അനുഗ്രഹം എപ്പോഴും ഉണ്ട്. അതൊക്കെ മുമ്പ് വിചാരിച്ചോളൂ. പിന്നെ ഞങ്ങളോട് അറിയാം. ആയിക്കോട്ടെ. മറിമായം.